പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സുഖാണോ? എന്താണ് സുഖമായിട്ടിരിക്കണം. കഴിഞ്ഞിപ്പോ 2 കൊറോണ വന്ന് 2 ലോക്ക്ഡൌൺ നമ്മള് നേരിട്ടല്ലോ. നേരിട്ടു. 2 ലോക്ക്ഡൌണും എങ്ങനെ ആസ്വദിച്ചു? നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ എൻജോയ് ചെയ്തു. ലൂഡോ കളിച്ചു. അങ്ങനെ പറയരുത്. ഒരുമിച്ചല്ലേ? അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോണിലൂടെ അങ്ങനെ ലൂഡോ കളിച്ച് ഞങ്ങള് ഒരുമിച്ച് എൻജോയ് ചെയ്തു. അത് നമ്മളെ ഗ്രൂപ്പ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. നമ്മൾ ആ ഗ്രൂപ്പിലൊക്കെ ഫുൾ എല്ലാരുമായിട്ട് ലൂഡോ ഒക്കെ കളിക്കാറുണ്ട്. സ്നേക്ക് ആൻഡ് ലാഡർ. അതെ, അങ്ങനത്തെ ഫോണിലൂടെയുള്ള ബന്ധമാണ്. ഞാൻ ഇവനെ കണ്ടിട്ടേ ഇല്ല ലോക്ക്ഡൌൺ സമയത്ത് അല്ലേ. എവിടെയായിരുന്നു പോലെ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇനി ലൂഡോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ കയ്യിൽ വേറൊരു അടിപൊളി ഗെയിമും കൂടി ഉണ്ട്. സൂപ്പർ ഗെയിമാണ് അത്. നിങ്ങൾ ഗെയിം കേൾക്കുമ്പോ ഇങ്ങനെ എനിക്ക് അത്രയും വലിയ ആവേശമില്ല എനിക്ക്. പക്ഷെ ഇവിടുത്തെ ഗെയിം നന്നായി കളിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ, അതാ പറഞ്ഞ ഞാൻ ഗെയിം കളിക്കുമ്പോ ഇങ്ങനെ വരും. എവിടെ കളിച്ചോളാൻ വയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ നമ്മൾ ഗെയിം കളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതാ എന്റെ മുന്നിൽ കണ്ടോ, നിങ്ങളുടെ മുന്നിൽ കണ്ടോ, ബാസ്ക്കറ്റ് ഉണ്ട്, ബോൾ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ സ്മൈലി ബോൾസ് എടുക്കാം. എന്നിട്ട് നമ്മള് എറിയാം. എറിയുമ്പോ റെഡ് കളർ ബാസ്ക്കറ്റില് വന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. പക്ഷെ സൈഡിലുള്ള ബാസ്ക്കറ്റിലാണ് നിങ്ങളുടെ ബോൾസ് വീഴുന്നെങ്കിൽ റെഡിൽ വീണതും കൂടി നമ്മൾ മൈനസ് ആക്കും. ഇപ്പൊ 2 എണ്ണം റെഡിൽ വീണു എന്ന് വെച്ചോ, പിന്നെ അടുത്തത് നിങ്ങൾ എറിയുമ്പോൾ ബ്ലൂവിലാ വീഴുന്നെങ്കിൽ നമ്മൾ ആ 2 എണ്ണത്തിൽ നിന്ന് 1 എണ്ണം മൈനസ് ആക്കും. അങ്ങനെ നിങ്ങളുടെ പോയിന്റ് 1 ആക്കും. അപ്പൊ മാക്സിമം റെഡ് ബാസ്ക്കറ്റിൽ തന്നെ നിങ്ങളുടെ ബോൾ ഉന്നം. ആദ്യം വിവേക് തന്നെ കളിക്കും. അതെ, യെസ്. ഓക്കെ, റെഡി, മ്യൂസിക്. ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഞാൻ എന്തിനാ ക്ലാപ്പ് ചെയ്യണം? സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി. വിവേകിന്റെ ഒരു പോയിന്റ് പോയി. 0. അപ്പൊ 3 എണ്ണത്തിൽ നിന്ന് 1 എണ്ണം പോയി. അപ്പൊ വീണ്ടും 2 പോയിന്റ്സ് ആണ്. എറിയട്ടെ പോയി. അപ്പൊ വീണ്ടും 1 പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. അപ്പൊ വിവേകിന്റെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. 1. ഒന്നാമതെത്താൻ ആഗ്രഹിച്ച വിവേകിന് നമ്മൾ 1 പോയിന്റ് കൊടുക്കുന്നു. ഇനി അടുത്തത് റിനിഷയുടെ പ്രകടനമാണ് നമുക്ക് കാണേണ്ടത്. മ്യൂസിക്. ശ്രദ്ധിച്ച് പറ്റും റിനിഷയ്ക്ക്. പണി വരുന്നുണ്ടവറാച്ച. ഒന്ന് അങ്ങോട്ടോ ഇത്തിരി ഇങ്ങോട്ടോ. കോൺസെൻട്രേഷൻ പോണു. ശ്രദ്ധിച്ച് കളിച്ചു കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് ഉറപ്പാണ് കിട്ടും. ഇനി നീലയിൽ വീണാലല്ലേ പ്രശ്നമുള്ളൂ. ബുദ്ധി വേണം, ബുദ്ധി. ശ്രദ്ധിച്ച് നീലയില് വീഴ്ത്താണ്ട് മാക്സിമം ബോൾ എങ്ങോട്ടെങ്കിലും കയറിയും. ക്യാമറമാൻ അപ്പോഴും ഞാൻ ജയിച്ചു. എന്താടാ ഷോ തീർന്നോ? അവിടെ നിന്നേക്കണം. ഷോ തീരും, ഇപ്പൊ തീരും. നിന്റെ ഷോ ഒക്കെ ഇപ്പൊ തീരും. എന്തായിരുന്നു ഇവിടെ കിടന്നത്? നീലയില് മാത്രമേ ഉള്ളൂ. ഒരെണ്ണെങ്കിലും ഒന്ന് വീഴ്ത്തിയാൽ തിരിച്ചിടണം, മറിച്ചിടണം. അങ്ങനെ കൊച്ചിനെ തളർത്തി മാക്സിമം. ആ തളർച്ച റിനിഷയുടെ വിജയത്തിന്റെ ചവിട്ടുപടിയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഒരൊറ്റ മൈനസ് പോയിന്റ് പോലും ഇല്ലാണ്ട് 3 പോയിന്റ് കളക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഐശ്വര്യമായിട്ട് തോച്ചിരിക്കുകയാണ്. സമ്മാനം എന്റെ റിനീഷ് കുട്ടിക്കാണ്. ഇങ്ങോട്ട് മാറി. തെങ്കാശിപ്പെടുന്ന സിനിമ കണ്ടിട്ടില്ലേ? കണ്ണേട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളത് നാരങ്ങ മിഠായി. റിനീഷിക്ക് ഇഷ്ടം നാരങ്ങ മിഠായി.
ഇനി നമ്മുടെ വിവേകിന്റെ മനോഹരമായ പണിഷ്മെന്റിലേക്ക് വേണം അതിലേക്ക് പെട്ടെന്ന് കിടക്കൂ. പെട്ടെന്ന് കിടക്കാനോ? അത് കിടക്കാനല്ല കടക്കൂ. ശരി. അതായത് ഞങ്ങൾ ഒരു ഡയലോഗ് തരും. നമ്മൾ മോണിറ്ററിൽ ഒരു ഡയലോഗ് കാണിക്കും. അത് ഏത് ഇമോഷൻ ആണെന്നുള്ളത് എന്തായാലും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പക്ഷെ അത് കോമഡി ആക്കി പറയണം. അപ്പൊ തുടങ്ങാം. യു ആർ സോ ഔട്ട് സ്പോക്കൺ. ഈപ്പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. റേഞ്ചർ സാഹിബ് അമ്മച്ചിനെ കയറി പിടിച്ച് അപ്പൊ തന്നെ വെട്ടി 2 തുണ്ടാക്കി. അന്ന് ജെല്ലിപ്പോയപ്പോഴേ 10 വയസ്സ്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി പറഞ്ഞ വാക്കിട്ടില്ല. എന്ത് ഔട്ട്സ്പോക്കൺ. ഇറവറൻസ്. അത് നേരത്തെ പറഞ്ഞു. ഇങ്ങനെ നീങ്ങി നിന്നോ. കടിക്കൂ അത്. മക്കൾ രണ്ടുപേരും നാരങ്ങ മുട്ടായി കഴിച്ച് സൈഡിൽ ഇരുന്നോ. ഇറവറൻസ് കാണിച്ചു.